ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന എക്സിറ്റ് പോൾ ഫലവും പുറത്തുവന്നു. അത് ചെറിയ സൂചനയല്ല. ഈ രാജ്യത്ത് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ ആധികാരികമായി ഫലം പ്രവചിക്കുകയും എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആക്സിസ്മയുടെ റിപ്പോർട്ടാണ് അവസാനം പുറത്തു വന്നിരിക്കുന്നത്. BJPക്ക് വളരെ വ്യക്തമായ മുൻതൂക്കം എന്നാണ് ആക്സിസ്മ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അതായത് 27 വർഷത്തിന് ശേഷം ദില്ലിയിൽ അധികാരം പിടിക്കാൻ പോകുന്ന BJPക്ക് ആകെയുള്ള 70-ൽ 45 മുതൽ 55 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ നിലവിൽ ഭരണമുണ്ടെങ്കിലും അവർക്കിനി ഭരണം ലഭിക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് വെറും 15 മുതൽ 25 സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്നു. കോൺഗ്രസിനാണെങ്കിൽ 1 സീറ്റ് ലഭിക്കും എന്നാണ് ആ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അതായത് 48% വോട്ട് BJP നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. 42% വോട്ട് വരെ AAPയും നേടും. അതുപോലെ 7% വോട്ട് കോൺഗ്രസ് നേടുമെന്നും ആക്സിസ്മ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മുന്നേറ്റം എന്ന് പറയാം. കഴിഞ്ഞ തവണ 4% വോട്ടുണ്ടായിരുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ 7% എന്നൊക്കെ ഏകദേശ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ 1 സീറ്റ് പോലും ഇല്ലാത്തടത്തു നിന്നാണ് 1 മുതൽ 3 സീറ്റ് വരെയൊക്കെ നേടും എന്ന് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് വിജയിക്കുമെന്ന വിശ്വാസത്തിലുണ്ടായിരുന്ന AAP ഇന്ത്യ മുന്നണിയുടെ മറ്റെല്ലാ കക്ഷികളെയും തട്ടിമാറ്റി, പ്രത്യേകിച്ച് കോൺഗ്രസിനെ തട്ടിമാറ്റി ഒറ്റയ്ക്ക് മത്സരിച്ചത് തന്നെ അവരുടെ അമിതമായ ആത്മവിശ്വാസം തന്നെയാണ്. മറ്റൊന്നും അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വിശ്വസിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് AAP അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. AAPയുടെ ദില്ലി ഭരണം നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം കാലക്രമേണ ആ പാർട്ടി തന്നെ ഈ രാജ്യത്തുണ്ടാവില്ല. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇനി നേരെ ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അഴിമതിക്കെതിരെ പോരാടാൻ ചൂലും ചിഹ്നമായി ഏറ്റെടുത്ത് ദില്ലിയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന ഒരു പ്രതീതിയുണ്ടാക്കിയ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കേസിൽ തന്നെ ജയിലിലാകുന്നതോടെ തന്നെ AAPയുടെ കഥ കഴിഞ്ഞു എന്നുറപ്പിക്കാം. അത് അന്നു മുതൽ തന്നെ ജനങ്ങൾ അതിനൊരു മാർക്ക് നൽകിയതാണ്. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ശൈലിയും ആ പാർട്ടിയുടെ നയങ്ങളുമാണ് ദില്ലിക്ക് പുറമെ പഞ്ചാബിൽ കൂടി അവരെ ഭരണത്തിലെത്തിച്ചത്. എന്നാൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി ഏറ്റവും വലിയ കള്ളന്മാർ കിടക്കുന്ന തിഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാളും ഒപ്പം ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവരും പോയതോടെ ആ പാർട്ടിയുടെ പ്രശസ്തി തന്നെ അവസാനിച്ചു. ഇനി ദില്ലി ഭരണം കൂടി പോകുന്നതോടെ ആം ആദ്മി എന്ന പാർട്ടി തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തുന്നു. കെജ്രിവാൾ എന്ന ഒരു മനുഷ്യനെ കണ്ടു മാത്രം ഉണ്ടാക്കിയൊരു പാർട്ടി കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി മണ്ണടിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദില്ലിയിൽ പരാജയപ്പെടുന്നതോടെ ജയിൽവാസം ഉറപ്പിക്കുന്ന കെജ്രിവാളിൻ്റെ പാർട്ടി പഞ്ചാബിലും അതോടെ പ്രതിസന്ധിയിലാകും. ഒരു വലിയ കുതിരക്കച്ചവടം വന്നാലൊന്നും തടയാൻ കഴിയാത്ത രീതിയിൽ പഞ്ചാബിലെ MLA-മാരുടെ സ്ഥിതിയും പ്രതിസന്ധിയിലാകും. അതായത് അഴിമതിക്കെതിരെ പടനയിച്ച, ആളുകളെ കബളിപ്പിച്ച് അധികാരത്തിലെത്തിയ ഒരു പാർട്ടിയും അതിൻ്റെ നേതാവും അതേ അഴിമതിയുടെ പേരിൽ താഴെ ഇറങ്ങുന്നതിൻ്റെ അവസാനത്തെ സൂചനയും ആക്സിസ്മ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലത്തിലൂടെ പുറത്തു വന്നതോടെ ദില്ലിയിൽ BJPയുടെ സർക്കാർ രൂപീകരണ നീക്കം ആരംഭിച്ചു എന്ന് തന്നെ പറയാം.